وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون. അവരിലധികം ആളുകളും പിന്തുടരുന്നത് കേവലം ഭാവനകളാകുന്നു എന്നതത്രേ സത്യം. ഊഹാപോഹമാകട്ടെ സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവും ചെയ്യില്ല. ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നുണ്ട്. അതായത് മതങ്ങൾ നിർമ്മിക്കുകയും തത്വശാസ്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ജീവിത നിയമങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തവരൊക്കെ അതെല്ലാം ചെയ്തത് വല്ല അറിവിന്റെയും അടിസ്ഥാനത്തിലല്ല, സ്വന്തം അനുമാനങ്ങളെ മാത്രം ആസ്പദമാക്കിയാണ്. അത്തരം മതഭൗതിക നേതാക്കളെ പിന്തുടരുന്നവർ അറിഞ്ഞും ആലോചിച്ചുമല്ല അത് ചെയ്യുന്നത്. വലിയ വലിയ ആളുകൾ ഇതൊക്കെ പറയുകയും സ്വന്തം പിതാക്കന്മാർ വിശ്വസിച്ചാചരിച്ചു പോരുകയും ചെയ്യുന്നത് അതെല്ലാം സത്യമായതുകൊണ്ടായിരിക്കണമെന്ന അവരുടെ നിഗമനത്തിൽ മാത്രമാണ്. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. അല്ലാഹു അല്ലാത്തവർക്ക് പടച്ചുണ്ടാക്കാനാവുന്നതല്ല ഈ ഖുർആൻ. നേരത്തെ ആഗതമായി കഴിഞ്ഞിട്ടുള്ളതിനെ സത്യപ്പെടുത്തുന്നതും വേദവിശദീകരണവുമാണിത്. പ്രപഞ്ച നിയന്താവിങ്കൽ നിന്നുള്ളതാണ് ഇതെന്നതിന് സംശയമേതുമില്ല. നേരത്തെ ആഗതമായിട്ടുള്ളതിനെ സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. മുമ്പേ തന്നെ പ്രവാചകന്മാർ വഴി മനുഷ്യർക്ക് ലഭിച്ചു പോന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഖുർആൻ ഒന്നും പുതുതായി മുമ്പോട്ട് വെച്ചിട്ടില്ല. മറിച്ച് അവയെ സത്യപ്പെടുത്തുകയും ഉറപ്പുവരുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പുതിയ മതസ്ഥാപകന്റെ സൃഷ്ടിപ്പാണെങ്കിൽ പഴയ പ്രമാണങ്ങൾക്ക് തന്റേതായ ഒരു വ്യത്യസ്ത വർണ്ണം നൽകി സ്വന്തം വ്യക്തിത്വം പ്രകടമാക്കുമായിരുന്നു. വേദവിശദീകരണം എന്നതിന്റെ താൽപര്യം ഇതാണ്. മുഴുവൻ ദൈവിക ഗ്രന്ഥങ്ങളുടെയും സാക്ഷാൽ സത്തയായ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ അണിനിരത്തുകയും തെളിവുകളുടെയും സാക്ഷ്യങ്ങളുടെയും വെളിച്ചത്തിൽ നന്നായി വിവരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. ഇത് പ്രവാചകൻ സ്വയം കെട്ടിച്ചമച്ചതാണെന്ന് ഈ ജനം പറയുന്നുവോ? പറയുക, നിങ്ങൾ ഈ ആരോപണത്തിൽ സത്യസന്ധരാണെങ്കിൽ ഇതുപോലൊരു അധ്യായം രചിച്ചുകൊണ്ടുവരിക. അല്ലാഹു ഒഴികെ നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കാവുന്നവരെയൊക്കെയും വിളിച്ചുകൊള്ളുക. ഈ വെല്ലുവിളി ഖുർആന്റെ ഭാഷാ സൗന്ദര്യവും സാഹിത്യമൂല്യവും മാത്രം പരിഗണിച്ചുകൊണ്ടാണെന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത്. ഖുർആന്റെ അമാനുഷികതയെക്കുറിച്ച് നടന്ന ചർച്ചയുടെ രീതി വെച്ചു നോക്കുമ്പോൾ അത്തരമൊരു തെറ്റിദ്ധാരണ വിദൂരമല്ല താനും. തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് സ്ഥാപിക്കുന്നതിന് ഭാഷാഭംഗിക്കുപരിയായ ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. നിസ്സംശയം ഭാഷാപരമായ പരിഗണനയിലും ഖുർആൻ നിസ്തുലമത്രേ. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അത്തരം ഒരു ഗ്രന്ഥം നിർമ്മിക്കുക സാധ്യമല്ലെന്ന ഖുർആന്റെ വാദത്തിന് അടിസ്ഥാനം അതിലെ പ്രമേയങ്ങളും അധ്യാപനങ്ങളുമാണ്. അമാനുഷികതയുടെ വിവിധ വശങ്ങളും അത് ദൈവകൃതിയാണെന്നതിനും മനുഷ്യന് അത്തരമൊരു കൃതി രചിക്കുക സാധ്യമല്ലെന്നതിനുള്ള ധാരാളം തെളിവുകളും ഖുർആനിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. തങ്ങൾക്ക് അറിയാൻ കഴിയാത്ത സംഗതികളെയൊക്കെ അവർ തള്ളിപ്പറഞ്ഞു. ഏതൊന്നിന്റെ അനുഭവ സാക്ഷ്യം തങ്ങൾക്ക് വന്നെത്തിയില്ലയോ അതിനെയും അവർ വീണ്ടു വിചാരമില്ലാതെ തള്ളിക്കളഞ്ഞു. ഇതുപോലെ ഇവർക്ക് മുമ്പുള്ള ജനവും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ അക്രമികളുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക.
നിഷേധത്തിന്റെ അടിസ്ഥാനം ഒന്നുകിൽ ഈ ഗ്രന്ഥം കൃത്രിമമാണെന്ന വസ്തുനിഷ്ഠമായ അറിവായിരിക്കണം, അല്ലെങ്കിൽ അതിൽ വിവരിച്ച വസ്തുതകളും വിവരങ്ങളും തെറ്റാണെന്ന് സ്ഥാപിതമാവണം. എന്നാൽ ഈ രണ്ട് ന്യായത്തിനും ഇവിടെ പഴുതില്ല. ഈ ഗ്രന്ഥം കെട്ടിച്ചമച്ച് ദൈവത്തിങ്കിലേക്ക് ചേർക്കുകയാണെന്ന് ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഒരാളുമില്ല. യഥാർത്ഥത്തിൽ പല ദൈവങ്ങളുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ദൈവം, മലക്കുകൾ, ദിവ്യബോധനം തുടങ്ങിയതെല്ലാം വെറും കെട്ടുകഥകളാണ്. ഈ ഗ്രന്ഥത്തിൽ അത്തരം കഥകളൊക്കെ കണ്ടമാനം കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്നെല്ലാം കണ്ടുപിടിച്ച ആരുമില്ല. അപ്രകാരം തന്നെ പാരത്രിക ജീവിതം, പരലോക വിചാരണ, രക്ഷാശിക്ഷകൾ തുടങ്ങി ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചതെല്ലാം തെറ്റാണെന്ന് പറയാൻ മരിച്ചു ചെന്ന് അതൊക്കെ കണ്ടവരായും ആരുമില്ല. ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും സന്ദേഹത്തെയും അനുമാനത്തെയും മാത്രം അടിസ്ഥാനമാക്കി അതിനെ കളവാക്കുന്നത് അത് കൃത്രിമവും അബദ്ധവുമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞ മട്ടിലാണ്. وَمِنْهُمْ مَنْ يُؤْمِنُ بِهِ وَمِنْهُمْ مَنْ لَا يُؤْمِنُ بِهِ وَرَبُّكَ أَعْلَمُ بِالْمُفْسِدِينَ. ഇവരിൽ ചിലയാളുകൾ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. താങ്കളുടെ നാഥൻ ആ നാശകാരികളെ നന്നായി അറിയുന്നു. ഈ സൂക്തം വിശ്വസിക്കാത്തവരെക്കുറിച്ച് പറയുന്നത് ഇതാണ്: നാശകാരികളെക്കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. അതായത്, സ്നേഹിത, നമുക്കൊന്നും മനസ്സിൽ കടക്കുന്നില്ല, അതിനാലാണ് ആത്മാർത്ഥമായി ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയാത്തത് എന്നിങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ വായടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ മനസ്സിന്റെയും മനസാക്ഷിയുടെയും നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന് അവരിൽ ഓരോ വ്യക്തിയെക്കുറിച്ചും അറിയാം. അവൻ എത്ര പണിപ്പെട്ടാണ് തന്റെ ഹൃദയ മസ്തിഷ്കങ്ങളെ അടച്ചുപൂട്ടുന്നതെന്ന്. അവർ സ്വയം ബുദ്ധിശൂന്യതയിൽ മുങ്ങി മനസാക്ഷിയുടെ ശബ്ദം അടിച്ചമർത്തി ഹൃദയത്തിൽ സത്യസാക്ഷ്യം ഉയർന്നുവരാൻ അനുവദിച്ചില്ല. മനസ്സിൽ നിന്ന് സത്യം സ്വീകരിക്കാനുള്ള സന്നദ്ധത തേച്ചു മാച്ചുകളഞ്ഞു. കേട്ടിട്ടും കേട്ടില്ല, മനസ്സിലായിട്ടും മനസ്സിലാവാതിരിക്കാൻ ശ്രമിച്ചു. സത്യത്തിനെതിരിൽ തന്റെ പക്ഷപാതങ്ങൾക്കും ഭൗതിക താൽപര്യങ്ങൾക്കും പാപപങ്കിലമായ സ്വാർത്ഥങ്ങൾക്കും ശാരീരികേച്ഛകൾക്കും അവർ മുൻഗണന നൽകി. അതെല്ലാം അള്ളാഹുവിന് ശരിക്കുമറിയാം. അതിനാൽ അവർ നിർദോഷികളായ ദുർമാർഗികളല്ല, സാക്ഷാൽ നാശകാരികളാണ്. وَإِن كَذَّبُوكَ فَقُل لِّي عَمَلِي وَلَكُمْ عَمَلُكُمْ أَنتُم بَرِيئُونَ مِمَّا أَعْمَلُ وَأَنَا بَرِيءٌ مِّمَّا تَعْمَلُونَ. അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ പറഞ്ഞേക്കുക, എനിക്ക് എന്റെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. ഞാൻ പ്രവർത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാനും മുക്തനാകുന്നു. വെറുതെ നാം തമ്മിൽ തർക്കിക്കേണ്ട. ഞാൻ ദൈവത്തിന്റെ പേരിൽ കള്ളം പറയുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കുമല്ലോ. നിങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. ഇനി ഞാൻ കൊണ്ടുവരുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ള സത്യവും നിങ്ങളതിനെ തള്ളിപ്പറഞ്ഞത് ധിക്കാരവുമാണെങ്കിൽ അതിൽ എനിക്കും ഉത്തരവാദിത്വമില്ല. അതിന്റെ ദോഷം നിങ്ങൾക്കു തന്നെയാണ്. وَمِنْهُمْ مَنْ يَسْتَمِعُونَ إِلَيْكَ أَفَأَنْتَ تُسْمِعُ الصُّمَّ وَلَوْ كَانُوا لَا يَعْقِلُونَ. അവരിൽ താങ്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ താങ്കൾ ബധിരന്മാരെ കേൾപ്പിക്കുമോ? അവർ യാതൊന്നും ഗ്രഹിക്കാത്തവരാണെങ്കിലും. കേൾവി രണ്ടു തരത്തിലുണ്ട്. ഒരു കേൾവി കന്നുകാലികൾ ഒച്ച കേൾക്കുന്നത് പോലെയുള്ള കേൾവിയാണ്. അർത്ഥം മനസ്സിലാക്കി ന്യായമാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാർ എന്ന ഭാവത്തിലുള്ള കേൾവിയാണ് മറ്റൊന്ന്. നിർബന്ധ ബുദ്ധിക്കും പിടിവാശിക്കും അടിപ്പെട്ട ചില ആളുകളുണ്ട്. എത്ര തന്നെ യുക്തിപരമായിരുന്നാലും പരമ്പരാഗത വിശ്വാസങ്ങൾക്കോ മാമൂൽ സമ്പ്രദായങ്ങൾക്കോ സ്വാഭിലാഷങ്ങൾക്കോ എതിരായിത്തീരുന്ന ഒരു വാക്കും അവർ സ്വീകരിക്കുകയില്ല. എല്ലാം കേട്ടാലും ഒന്നും കേൾക്കാത്തവരാണവർ. അപ്രകാരം തന്നെ ജന്തുക്കളെപ്പോലെ അശ്രദ്ധയിലും അനാസ്ഥയിലും കഴിഞ്ഞുകൂടുന്നവരും മാന്തിപ്പറിച്ചും പെറുക്കിയും തിന്നുന്നതിലല്ലാതെ മറ്റൊന്നിലും താൽപ്പര്യമില്ലാത്തവരുമായ ആളുകളും ഒന്നും ഗ്രഹിക്കുന്നില്ല. തങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയോ തെറ്റോ എന്ന ചിന്തയില്ലാതെ
സ്വേച്ഛയുടെയും സ്വാഭിലാഷത്തിന്റെയും പിന്നാലെ മത്തന്മാരായി ഓടി നടക്കുന്നവരുടെ നിലയും അതുതന്നെ. ഇങ്ങനെയുള്ളവരുടെ ചെവി ബധിരമല്ലായിരിക്കാം, പക്ഷെ ഹൃദയം ബധിരമായിരിക്കും. وَمِنْهُمْ مَنْ يَنْظُرُ إِلَيْكَ أَفَأَنْتَ تَهْدِي الْعُمْيَ وَلَوْ كَانُوا لَا يُبْصِرُونَ. അവരിൽ വളരെ പേർ താങ്കളെ നോക്കുന്നുമുണ്ട്. പക്ഷേ നീ അന്ധന്മാർക്ക് വഴി കാണിക്കുമോ, അവർ ഒന്നും കാണാൻ ഒരുക്കമല്ലെങ്കിൽ? നേരത്തെ പ്രസ്താവിച്ചതു തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മുഖത്തുള്ള കണ്ണ് തുറന്നതുകൊണ്ട് ഫലമില്ല, അത് ജന്തുക്കളും ചെയ്യുന്നുണ്ട്. മനക്കണ്ണ് തുറക്കുകയാണ് ആവശ്യം. ഈ രണ്ട് സൂക്തവും നബിയെയാണ് സംബോധന ചെയ്യുന്നത്. പക്ഷേ നബി സംസ്കരിക്കാൻ മുതിരുന്ന ജനങ്ങളെ ഗുണദോഷിക്കുകയത്രേ അതിന്റെ യഥാർത്ഥ താൽപര്യം. ഗുണദോഷിക്കൽ മാത്രമല്ല, അവരുടെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യത്വത്തെ ഉണർത്താനുള്ള ഒരു തട്ടുകൂടിയാണത്. അനുഭാവപൂർവമായ ഈ ഉപദേശം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ മാർഗം തുറക്കണം. ഈ ശൈലി ഏതാണ്ട് ഇவ்விധമുള്ളതാണ്. ദുഷിച്ചുപോയ മനുഷ്യരുടെ ഇടയിൽ നല്ലവനായ ഒരാൾ ഉന്നത നിലവാരത്തിലുള്ള സ്വഭാവചര്യകളോടുകൂടി വർത്തിക്കുന്നു. അവരുടെ അധസ്ഥിതിയെപ്പറ്റി ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിത രീതിയിലുള്ള ദോഷവും ശരിയായ രക്ഷാമാർഗവും കാര്യഗൗരവത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരാളും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കുകയോ ഗുണകാംക്ഷാപൂർവമായ ആ ഉപദേശം ചെവിക്കൊള്ളുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം അവരെ ബോധവാന്മാരാക്കുവാൻ പരിശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ ജനങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിക്കുകയുമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്ന് ഇങ്ങനെ ഗുണദോഷിക്കുന്നു: സ്നേഹിത, എന്തിനീ ചെകിടന്മാരെ കേൾപ്പിക്കാനും അന്ധന്മാരെ വഴി കാണിക്കാനും മിനക്കെടുന്നു? അവരുടെ ഹൃദയത്തിന്റെ കണ്ണും കാതും അടഞ്ഞുപോയിരിക്കുന്നു. ഇത്രയും പ്രസ്താവിച്ചതിന്റെ പിന്നിൽ ആ സുഹൃത്തിനുള്ളത് അവരെ സംസ്കരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്ന ഉദ്ദേശ്യമല്ല, ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ഹൃദയത്തെ ഒരു വേള ഉണർത്താൻ പറ്റിയെങ്കിലോ എന്നാശിക്കുകയാണ് അദ്ദേഹം. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅൻ വലാകിന്നൻ നാസ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു ജനങ്ങളോട് ഒരക്രമവും ചെയ്യുന്നില്ല എന്നതത്രേ സത്യം. ജനം തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയാകുന്നു. അതായത് അല്ലാഹു അവർക്ക് കണ്ണും കാതും കരളും നൽകിയിട്ടുണ്ട്. അതിലവൻ ഒരു അനീതിയും ലുബ്ധും കാണിച്ചിട്ടില്ല. അതെ, സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ ആവശ്യമായതെന്തോ അതൊക്കെ അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ ചിലർ സ്വേച്ഛകൾ കടിപ്പെട്ട് ഭൗതിക പ്രമത്തരായി സ്വയം അന്ധരും ബധിരരുമായി നല്ലതും ചീത്തയും തിരിച്ചറിയാനാവാത്ത വിധം മലിന മനസ്സുകളായിരിക്കുന്നു. അവരുടെ മനസാക്ഷിക്ക് ജീവന്റെ ലക്ഷണം പോലുമില്ല. وَيَوْمَ يَحْشُرُهُمْ كَأَن لَّمْ يَلْبَثُوا إِلَّا سَاعَةً مِّنَ النَّهَارِ يَتَعَارَفُونَ بَيْنَهُمْ قَدْ خَسِرَ الَّذِينَ كَذَّبُوا بِلِقَاءِ اللَّهِ وَمَا كَانُوا مُهْتَدِينَ. അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്ന നാളിലെ സ്ഥിതി ഓർക്കുക. അന്നവർക്ക് തോന്നും, തങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ മാത്രം ഇത്തിരി നേരമേ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ എന്ന്. ഒരിക്കലും സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്തവരും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ തള്ളിപ്പറഞ്ഞവരും വാസ്തവത്തിൽ നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു എന്ന് അന്നേരം അവർക്ക് ബോധ്യമാകുന്നു. അതായത് അവരുടെ മുമ്പിൽ ഒരു വശത്ത് ശാശ്വതമായ പാരത്രിക ജീവിതമിരിക്കുന്നു, മറുവശത്ത് അവർ അത് അവഗണിച്ച് ഇഹലോകത്തെ താൽക്കാലിക ജീവിതത്തിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുന്നു. ഭാവിയെ അപേക്ഷിച്ച് അത് എന്തുമാത്രം നിസ്സാരമാണ്. അതിതുച്ഛമായ ഐഹികാനന്ദത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി അനശ്വരമായ പാരത്രിക നേട്ടങ്ങളെ അപകടപ്പെടുത്തിയത് എന്തുമാത്രം വിഡ്ഢിത്തമായിരുന്നുവെന്ന് അന്നവർക്ക് ബോധ്യപ്പെടും. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ തള്ളിപ്പറഞ്ഞവർ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്ന വസ്തുതയെ നിഷേധിച്ചവരാണ്. وَمَا يَتَّبِعُ أَكْثَرُهُمْ إِلَّا ظَنًّا إِنَّ الظَّنَّ